ബാബു എന്താ ക്ലീറ്റസേ? ഞാൻ അങ്ങോട്ട് പോയപ്പോ നീ തുറന്നിട്ടില്ലായിരുന്നു. നീ എവിടെ? എന്താ ക്ലീറ്റസേ കാര്യം? നീ എന്ത് വേല കാണിച്ചേ? ഇന്നലെ നീ എന്താ പറഞ്ഞിട്ടാണ് പോയത്? ഇന്നലെ വൈകുന്നേരം നീ പൈസ കൊണ്ട് തരാന്ന് പറഞ്ഞല്ലേ? പൈസ വേണം, ഞാൻ തുറന്നതേ ഉള്ളൂ. ഒരു ടിക്കറ്റ് പോലും വിറ്റില്ല, കച്ചവടം നടക്കണ്ടേ? അല്ല ഞാൻ ചോദിച്ചോളൂ, ഇന്നലെ വിറ്റ ടിക്കറ്റിന്റെ പൈസയൊക്കെ നീ എന്ത് ചെയ്തു? വിറ്റ ടിക്കറ്റിന്റെ പൈസ ടിക്കറ്റ് എടുത്ത് വെച്ചേക്കുന്നുണ്ടല്ലേ? ടിക്കറ്റ് ഒന്നും അല്ല പോയില്ല. നീ ദിവസവും വിൽക്കുന്ന ടിക്കറ്റിന് അടുത്ത ടിക്കറ്റ് എടുക്കുന്നു, ആ പൈസക്ക് അടുത്ത ടിക്കറ്റ് എടുക്കുന്നു. അപ്പൊ നിനക്ക് ചെലവിന് പൈസ ഒന്നും കയ്യിലില്ലേ? പൈസ വേണ്ട ക്ലീറ്റസേ. ടിക്കറ്റ് എന്തെങ്കിലും പോയാലേ എനിക്ക് തരാൻ പറ്റുള്ളൂ. നിനക്കറിയാമോ നിന്റെ APL കാർഡ് BPL ഒക്കെ ഞാൻ ഓഫീസിൽ ആരെല്ലാം കാല് പിടിച്ചെന്ന്? എനിക്ക് തീരെ നിവർത്തിയില്ലാത്തത് കൊണ്ടല്ലേ ഞാൻ കാർഡ് ഇതാക്കിയത്. എടേ ഇത് കൊള്ളാം, നിനക്ക് നിവർത്തിയില്ല എന്ന് പറയാൻ നിന്റെ കാര്യം കഴിഞ്ഞപ്പോ നിവർത്തിയില്ല. എന്റെ തങ്കം പറയണ ശരിയണ്ട, നാട്ടുകാർക്ക് വേണ്ടി ഞാൻ ജീവിച്ചപ്പോ ഞാൻ പട്ടിണിയാവും. നീ ഒരു കാര്യം കളിക്കാതെ പൈസ അല്ല. എന്റെ കയ്യിൽ ഒരു ചായ കുടിക്കാൻ പോലുള്ള പൈസ എന്റെ കയ്യിലില്ല. നീ 500 രൂപ എനിക്ക് തരാന്ന് പറഞ്ഞാൽ ഇപ്പൊ തുറന്നതേ ഉള്ളൂ. ഒരു ടിക്കറ്റ് ചെലവാവട്ടെ. ബാബു നീ ഒരു 200 രൂപ, എനിക്കൊരു 200 രൂപ. 200 രൂപ ഒരു 50 രൂപ കച്ചന്റെ എടുക്കാനില്ലല്ലോ. അതാ നോക്കി നീ ഒരുമാടത്തെ മറ്റ് വേല കാണിക്കരുത് കേട്ടാ. നിന്റെ ഒരിക്കലും നിന്റെ ഒന്നും പൈസ കാണൂല. ആ കൈനീട്ടം പറ്റില്ല. നീ കൈനീട്ടല്ലേ വിൽക്കണ്ട. കൈനീട്ടം വിൽക്കൂല, നീ ഒന്നും ഒരിക്കലും കൈനീട്ടം വിൽക്കൂല. എവിടെയെന്ന് എത്ര നേരം ഞാൻ കറി വെക്കാൻ വേണ്ടി നിക്കണു. അതെ, പോയ കാര്യം നടന്നില്ല. നടന്നില്ലേ? അപ്പൊ തന്നെയും കൂടെ ഇറക്കാന്ന് പറഞ്ഞല്ലേ നിങ്ങൾ അങ്ങോട്ട് പോയത്? ഇല്ല, ഞാനും വിചാരിച്ചു പറഞ്ഞപ്പോൾ ഉടനെ നടക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അയാൾക്കും പൈസ മറിഞ്ഞില്ല. ഈ മറിഞ്ഞില്ല എന്ന് പറയുമ്പോ കേൾക്കണവര് വിചാരിക്കും ലക്ഷങ്ങളാന്ന്. 200 രൂപ അല്ലേ ക്ലീറ്റോ? 2 100ന്റെ നോട്ട് അതും ഇല്ല. ഓ കഷ്ടം എന്റെ പൊന്ന് ക്ലീറ്റോ, എന്തിനാ നിങ്ങൾ ഇത്രയും പന പോലെ വലുതായത്? തങ്ക ഇത് എന്ന് പറഞ്ഞ പൈസ അല്ലേ നമ്മൾ വിചാരിക്കും പോലല്ല. മനുഷ്യന്റെ കണക്കൂട്ടിൽ തെറ്റിപ്പോണേൽ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ കണക്കുകൂട്ടിൽ തെറ്റിപ്പോ ഭയങ്കര ബിസിനസ്സിൽ അംബാനി നിക്കണ നിപ്പുണ്ടോ? അയ്യോ ഇത് എന്റെ അല്ല, അയാളുടെ കണക്കൂട്ടിൽ തെറ്റിയുണ്ടല്ലോ. ഇന്ന് തരാന്ന് ഉറപ്പ് പറഞ്ഞല്ലേ? അത് കിട്ടിയില്ലെങ്കിൽ പോട്ടെ, കടയിൽ നിന്ന് അരക്കിൽ ഉള്ളി മേടിക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞൂടെ കടായിട്ട്? രാവിലെ ചെന്ന് കടം ചോദിക്കണെന്ന് മോശമല്ലേ? അയാൾ എന്നിട്ട് വേണം ഇനി പൈസ ഇല്ലാന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാം. ഇങ്ങനെയൊക്കെയുള്ള വകതിരിവൊക്കെ അറിയാല്ലേ? ഞാൻ അത്ര എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ മര്യാദ രാമനാന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. ഇനി പുച്ചക്ക് എന്റെ അടുത്തിട്ട് തിന്നു നിങ്ങള്. അതെ, ഈ ഉള്ളി ഇല്ലാതെ ഉള്ളിക്ക് പകരം സവാള ഇട്ട് ഉണ്ടാക്കാൻ പറ്റില്ലേ? സവാള ഇവിടെ മേടിച്ചു വെച്ചിട്ടുണ്ടോ? സവാള ഇല്ലല്ലേ? മര്യാദക്ക് എന്തെങ്കിലും മേടിച്ചിട്ടോ ക്ലീറ്റോ? കളിക്കണ നടന്ന്. നമുക്കിന്ന് ഉച്ചയ്ക്ക് കപ്പയാക്കിയാലോ? കപ്പ എവിടുന്ന്? കപ്പ ഞാൻ കൊണ്ടുവരാം. എവിടുന്ന് കൊണ്ട്? നിങ്ങൾ നട്ടിട്ടുണ്ടോ കപ്പ? ഇല്ല, നമ്മുടെ ബാക്കിലെ പറമ്പിൽ കപ്പ നിൽപ്പുണ്ട്. ഞാൻ പിഴുതുകൊണ്ട് വരാം. ഇത്ര നാൾ ഈ കുഴപ്പമുണ്ടായി, ഇനി കരപ്പറ്റ പറമ്പിൽ മോഷ്ടിക്കാൻ തുടങ്ങിക്കോ. കപ്പയും തേങ്ങയും മാങ്ങയൊക്കെ ആയിട്ട്. 2 കപ്പ എടുത്തെന്ന് പറഞ്ഞ് ഒരു കോടതി ശിക്ഷിക്കാനൊന്നും പോണില്ല. മാത്രമല്ല ആ വസ്തുവിന്റെ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്റെ വസ്തുവിൽ ഒരു കണ്ണ് വെച്ചോളേ. നിങ്ങളെ ഉണ്ടക്കണക്ക് കുത്തി എടുക്കും അയാള്. ഇങ്ങനെ നോക്കൂല ഇടക്കിടയ്ക്ക്. എന്റെ കപ്പയല്ലേ തങ്കം, അല്ലാതെ സ്വർണ്ണമൊന്നും അല്ലല്ലോ. ഇപ്പൊ തിന്നെ വേണം, എന്നെ കൊണ്ടൊന്നും ചെയ്യാനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഒരു ചാക കളിച്ചു, അതാ നല്ലത്. നിങ്ങൾ എന്തിനിങ്ങനെ ഭൂമിക്ക് ഭാരമായിട്ട് ജീവിക്കണതാ? ഞാൻ ചത്താ നിന്റെ വിഷപ്പോ തീരും. എടാ ഇതെന്തൊരു കഷ്ടം. ഒരു കാര്യം ഉത്തരവാദിത്തമായിട്ട് പറഞ്ഞിട്ട് ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ ചാടല്ലേ? അതൊക്കെ ഞാനൊരു മനുഷ്യനല്ലേ? നിങ്ങൾ മനുഷ്യനായിട്ട് എനിക്ക് തോന്നുന്നില്ല ക്ലീറ്റോ. കൈയും കാലിടുന്ന് മാത്രമേ ഉള്ളൂ. എന്ത് വന്നാലും പൈസയുടെ കാര്യം പറഞ്ഞ നേരം എടുത്ത ഈ വീട്ടില് ഒരു സമാധാനം തരത്തില്ല. പൈസ എനിക്ക് ഇച്ചിരി വരാനുണ്ട്, അത് വരാൻ സമയം എടുക്കും. നിങ്ങളുടെ പൈസ ഇനി വരില്ല, അത് നോക്കിയിരിക്കണ്ട. എന്റെ കർത്താവ്, ഇത് ഒരു രീതിയിൽ ഈ വീട്ടിൽ സമാധാനം തരില്ല എന്ന് പറഞ്ഞ സമാധാനം തരണം. ആവശ്യത്തിലുള്ള സാധനങ്ങൾക്ക് ഞാൻ എവിടെ പോവാന്ന് പറഞ്ഞു. നിങ്ങൾ സാധനങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് ചെലവാക്കാൻ പഠിക്കണം. ഇപ്പൊ ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ ജീവിക്കണം, ഉള്ളപ്പോ ഉള്ള പോലെ. എങ്ങനെ 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 കൊച്ചുങ്ങളെ ഇല്ലായ്മ പറഞ്ഞു മനസ്സിലാക്കി തന്നെ ജീവിക്കേണ്ടത്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പ്രസംഗിക്കുന്ന കാലം പാലായിൽ നിങ്ങൾ സ്വർണ്ണത്തിൽ പൊതിഞ്ഞ് നടന്നെന്നോ, സ്വർണ്ണ കരണ്ടി വെച്ചെന്നോ, കിരീടം വെച്ചെന്നൊക്കെ. അത് ഞങ്ങളുടെ നല്ല സമയത്ത് സ്വർണ്ണമൊക്കെ കെട്ടി തന്നെ നടന്നു. ഇല്ലാതെ വന്നപ്പോ ഞാൻ വെറും നൂലും കെട്ടി നടന്നിട്ടുണ്ട്. അതിപ്പോ ഉള്ളപ്പോ അങ്ങനെ, ഇല്ലാത്തപ്പോ ഇങ്ങനെ. ഒരു പാവം മനുഷ്യൻ വല്ല ഉപദ്രവം ഉണ്ടോ നോക്കിയപ്പോ ഉള്ളപ്പോ ഉള്ള പോലെ, ഇല്ലാത്ത പിള്ള പോലെ. എന്റെ കൊച്ചിനെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് വേണ്ടി അവർക്ക് ചോറ് കൊടുക്കണ്ടേ? ഇവിടത്തെ വഴക്ക് തീരണമെങ്കിൽ നിന്റെ തന്ത നന്നാവണം. പിന്നെ തന്ത മാത്രം നന്നായാ മതി. തന്തയ്ക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് എന്നെ പോലെ പിന്നെ ഭയങ്കര ഭാഗ്യം തന്നെ. അയ്യോ എന്റെ കഷ്ടകാലം എന്ന് പറയാതെ അന്ന് തുടങ്ങി എന്റെ കഷ്ടകാലം. എന്തിനാ അടക്കണ? അവരാരും ഇല്ലേ ഇവിടെ? അവരാരും ഇല്ലേ? ഇന്ന് രണ്ടുപേരും കൂടെ വിരുന്ന് പോയിരിക്കും അമ്മാവൻ്റെ അവിടെ.
അത് ശരി, അപ്പൊ ഇന്ന് വരൂലേ അവര്? എനിക്കറിഞ്ഞൂടോ, വരുമായിരിക്കും. വാ. എന്ത് കഷ്ടാണ് അമ്മ ഇത്. എനിക്കിപ്പോ അവിടെ നിന്ന് പഠിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, മാമയുടെ കുട്ടി ആ പുസ്തകം എടുത്തിട്ട് ഇവിടെ വന്നിരുന്ന് വായിച്ചു. അതല്ല അമ്മ, അവര് രാവിലെ ഇപ്പൊ തുടങ്ങി വരക്ക്. ഉള്ളി വാങ്ങിച്ചില്ല, അരി വാങ്ങിച്ചില്ല, അതും ഇതും. എനിക്ക് എടി, വീടാവുമ്പോ അങ്ങനെ തന്നെയല്ലേ, വീടാവുമ്പോ അങ്ങനെ തന്നെയാണ്. അല്ല, ഇത് അങ്ങനത്തെ ഇത് ഗുരുതരമായിട്ടല്ല വരക്ക. എടി, അത് ദിവസവും നടക്കുകയല്ലേ അവിടെ, നീ അത് മുറുകുമ്പോ ഇങ്ങോട്ട് പോരുന്ന്. അല്ല മാമ, പ്ലീസ് ഒന്ന് വന്ന് സോൾവ് ചെയ്യ്. അയ്യയ്യേ, മാമയും കൂടെ അതിന്റെ കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ആകെ പ്രശ്നമാവും. പിന്നെ അമ്മ എന്തൊക്കെ ലിസ്റ്റ് ഇട്ട് വെച്ചെന്ന് മാമയ്ക്ക് അറിയില്ലല്ലോ, അതൊക്കെ വാങ്ങിക്കേണ്ടി വരും ചിലപ്പോ. അല്ലാണ്ട് പിന്നെ എന്താണ്? വാ, നീ കേറി. മാമൻ വാ. അയ്യോ, എനിക്ക് വരാൻ പറ്റില്ല, നിങ്ങളുടെ കുടുംബ പ്രശ്നമല്ലേ. സാരില്ലടി. എന്താ ക്ലീറ്റസ്, എന്താണ് പ്രശ്നം? നിന്റെ പെങ്ങള് രണ്ടാമതും ഗർഭിണി, അവക്ക് മസാല ദോശ വേണം, വാങ്ങിച്ചോണ്ട് കൊടുക്കുവോ? പോയി കിടത്തിന്റെ കൊറേ രാവിലെ ഇറങ്ങിക്കോളൂ. പോയ വഴി പൊക്കോളൂ, ഇങ്ങോട്ട് വന്നേക്കരുത്. ഞാൻ എനിക്കറിയാടേ പോവാൻ, നിന്റെ വേണ്ട. എന്റെ ദൈവമേ, ഇങ്ങനെ കുടുംബം നശിപ്പിക്കാനുണ്ടായ മനുഷ്യൻ പാലായെന്ന് കുറ്റി മറിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു. നീ വേറെ വല്ലവരും നോക്കി വെച്ചിട്ടുണ്ടെ ഇറങ്ങി പോടി. ആ, ഇറങ്ങി പോവും, നഷ്ടമൊന്നുമില്ലല്ലോ നിങ്ങക്ക്. നഷ്ടം. രാവിലെ ഇറങ്ങിക്കോളും, വേറൊരു പണിയില്ല. എന്താടാ, കഞ്ചാവ് വലിച്ചാ നീ? പോടാ. എന്താടി, എന്താണ്? നിങ്ങളിത് എപ്പോ തുടങ്ങിയതാ? ഇത് പൊന്നെ, എന്നെ ഇങ്ങോട്ടെങ്കിലും കൊണ്ടുവന്ന് ആക്കോ ഈ കുടുംബത്തിൽ. എനിക്ക് പറ്റാതായി. വല്ലാത്തൊരു കഷ്ടമാണ് കേട്ടോ. ഇത് എന്നും ഈ വഴക്കും വക്കാനായിട്ട് എങ്ങനെ കഴിയാനാണ്? എടാ, വഴക്കിടണ്ടെന്ന് വിചാരിച്ചാടാ എല്ലാ ദിവസവും ഞാൻ എഴുന്നേക്കണം. ഈ മനുഷ്യന്റെ ഈ കോസ്രാക്കോളി വർത്താനം കേൾക്കുമ്പോ പറഞ്ഞു പോണത് അറിയാതെ. ഇന്നിപ്പോ എന്താ പ്രശ്നം? 1/2 കിലോ ഉള്ളി മേടിക്കാൻ പറഞ്ഞു വിട്ടതാ. 1/2 കിലോ 200 രൂപ എടുക്കാനില്ല ആ മനുഷ്യന്റെ കയ്യില്. ഉള്ളിക്ക് നല്ല വിലയാ. ഉള്ളിക്ക് വിലയായിട്ട് എന്താ, വീട്ടില് സാധനങ്ങൾ വേണ്ടേ? നിനക്കെന്നാ എന്നോട് പറഞ്ഞ പോലെ ഞാൻ വാങ്ങിച്ചോണ്ട് തരില്ലേ? അപ്പൊ ക്ലീറ്റോ എന്തിനുള്ളതാ? തിന്നാൻ വേണ്ടിയിട്ടുള്ളതോ, ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ളതോ? ഒരു കാര്യം പറയാൻ പാടില്ല. പറഞ്ഞ അപ്പ പാർട്ടി ആഭ്യന്തര പ്രശ്നങ്ങൾ പറയും. അപ്പൊ അതെ, അപ്പുറത്തെ പറമ്പിലെ കപ്പ പറിക്കാൻ പോയേക്ക്. എന്നിട്ട് എന്തിന്? ഇവിടെ തിന്നാനില്ല, നമുക്ക് കപ്പ പുഴുങ്ങി തിന്നാന്ന്. ക്ലീറ്റോ നട്ടേക്കണല്ലേ അപ്പുറത്തെ പറമ്പിലെ കപ്പ. ഇങ്ങനെയൊക്കെ പറയുമ്പോ പിന്നെ എങ്ങനെ പറയാതിരിക്കും ഞാൻ? ഈ 10-12 വർഷമായിട്ട് നീ ഇങ്ങനെ വഴക്കും വാക്കാനായിട്ട് പോയില്ലേ? ഇനി ഞാനൊരു കാര്യം പറയട്ടെ, നീ അവനോട്, അവൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ, എന്ത് വേണേ പറഞ്ഞോട്ടെ, നീ അവനോട് ചിരിച്ചങ്ങ് പെരുമാറിക്കോ. വാ, ചിരിച്ച് പെരുമാറാൻ പറ്റും. നീ ഒരാഴ്ച ഇവിടെ വന്ന് നിന്ന് നോക്കേ, അപ്പൊ അറിയാം എന്റെ വിഷമം. അപ്പൊ എന്നാവും. ചിരിച്ച് പെരുമാറിയ കുറെ ഉണ്ടാവും. അല്ലാതെ വേറെ എന്താ ചെയ്യാന്ന്? അല്ലാതെ വെറുതെ ഇനി മരിക്കുന്നത് വരെ ഈ വെറുതെ വഴക്കും വെക്കാനായിട്ട് തന്നെ വേണോ? എങ്ങനെയാടാ അതിന്റെ മുഖത്ത് നോക്കി ചിരിക്കണത്? ഇങ്ങോട്ട് അങ്ങനെ കൊഞ്ഞനം കുത്തി കാണിക്കും മനുഷ്യനെ. നിനക്ക് അറിയാൻ പാടില്ല എന്റെ സ്വഭാവം ശരിക്കും. ഇവല്ല മാസ്ക് ഇട്ട് ചെവിയിൽ 2 പഞ്ഞിയും വെച്ചിട്ട് നിൽക്കണം, അപ്പൊ പിന്നെ കുഴപ്പമുണ്ടാവില്ല. ഞാൻ പറയണത് പറഞ്ഞു, ഇനി എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് മനസ്സിൽ ചെയ്തു. പോടാ. ആ, വാ. ഞാൻ പോട്ടെ. തങ്കം, നിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അന്വേഷിക്കണ്ടായി. എന്തിന്? ഈ കൊല്ലത്തെ ഡീസന്റ് ഫാമിലിക്കുള്ള അവാർഡ് നിങ്ങൾക്കാണെന്ന് പറയുന്നത്. കളിയാക്കിക്കാൻ പോലെ കളിയാക്കിക്കാം, നല്ലതാ. ആ പോട്ടെ. പാലയിൽ ഇനി പോകുന്ന പോലത്തെ എന്താ? പാലയിലേ